ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുട്ടനാട് താലൂക്കിലെ ഒരു ഗ്രാമമാണ് കാവാലം. ആലപ്പുഴ ജില്ലയുടെയും കോട്ടയം ജില്ലയുടെയും അതിർത്തിയിലാണ് കാവാലം എന്ന പ്രദേശം സ്ഥിതി ചെയ്യുന്നത്. പമ്പാ നദി വേമ്പനാട്ട് കായലിലേക്ക് ഒഴുകിയെത്തുന്ന പ്രധാന കൈവഴികളിലൊന്ന് കാവാലം ഗ്രാമത്തിലൂടെയാണ്. കായലും വയലും വഞ്ചിയും എല്ലാം ഈ ഗ്രാമത്തെ കൂടുതൽ മനോഹരമാക്കുന്നു. നിരവധി കാവുകളും കുളങ്ങളും ഈ ഗ്രാമത്തിലുണ്ട്. കാവും അളവുമുള്ള പ്രദേശമായതിനാൽ കാവാളം എന്ന പേര് രൂപാന്തരപ്പെട്ട് കാവാലം എന്നായി. 5 തവണ നെഹ്റു ട്രോഫിയിൽ മുത്തമിട്ട കാവാലം ചുണ്ടൻ കാവാലം ഗ്രാമത്തിൻ്റെ സ്വന്തമാണ്. കാവാലം ചുണ്ടൻ എന്ന പേരിൽ ഒരു സിനിമ കൂടിയുണ്ട്. കുട്ടനാടിൻ്റെ കഥ പറയുന്ന മിക്ക സിനിമകളുടെയും കഥാപശ്ചാത്തലങ്ങൾ വികസിക്കുന്ന ഒരു കവലയിലാണ്. അങ്ങോട്ടേക്കാണ് ഇന്ന് നമ്മുടെ യാത്ര. നമ്മളിന്ന് വന്നത് കോട്ടയം ടൗണിൽ നിന്ന് നേരെ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ വന്ന് തട്ടശ്ശേരി ഫെറിയിലെ ജങ്കാർ കടന്ന് 1.5 കിലോമീറ്റർ സഞ്ചരിച്ചാൽ മൂലശ്ശേരി ബ്രിഡ്ജിന് സമീപത്തെത്താം. ഈ ബ്രിഡ്ജിന് സമീപത്തുള്ള ചെമ്മൺ പാതയിൽ കൂടി കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഷൂട്ടിംഗ് സ്പോട്ടിലെത്താം. ഈ ഒരു സ്ഥലത്തിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ നമ്മൾ വയ്ക്കുന്ന ഓരോ ഫ്രെയിമിലും കുട്ടനാടിൻ്റെ മിനിയേച്ചർ ഉണ്ടാകും. പാലവും ചായക്കടയും ബോട്ട് ചട്ടിയും അടക്കം കുട്ടനാടിൻ്റെ തനിമ മുഴുവൻ ഉൾക്കൊള്ളുന്ന ആ ഒരു ഫ്രെയിം. കുട്ടനാട്ടിലെ മിക്ക സ്ഥലങ്ങളും സിനിമകളിൽ നമ്മൾ കാണുന്നത് ഈ ഒരു ലൊക്കേഷനിലായിരിക്കും. കുമരങ്കരയും മുല്ലക്കരയും എല്ലാം ഇവിടെ തന്നെ. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്ത് വെച്ച് ഒരുപാട് മലയാള സിനിമകൾ ചിത്രീകരിച്ചിട്ടുണ്ട്. ആദ്യരാത്രി, കുട്ടനാടൻ മാർപ്പാപ്പ, ആ മെയിൻ, പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടിയും, അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ്. കാവാലം ബോട്ട് ചെട്ടിക്ക് സമീപത്തുള്ള ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മുടെ ബിജു മേനോൻ അഭിനയിച്ച ആദ്യരാത്രി എന്ന ചിത്രത്തിലെ അശ്വതി ട്യൂട്ടോറിയൽ കോളേജായി കാണിക്കുന്നത്. പുള്ളിപ്പുലികളും മാട്ടിൻകുട്ടിയും എന്ന ചിത്രത്തിൽ ഇത് ബോട്ട് ക്ലബ്ബായിരുന്നു. ആമേൻ എന്ന ചിത്രത്തിൽ ഇന്ദ്രജിത്ത് വന്നിറങ്ങുന്ന ബോട്ട് ചെട്ടി അതാണ്. കുട്ടനാടൻ മാർപ്പാപ്പയിലെ ഒരു ഗാനരംഗവും ഈ ഒരു സ്ഥലത്ത് വെച്ചെടുത്തിട്ടുണ്ട്. ഇവിടെ ചിത്രീകരിക്കുന്ന മിക്ക സിനിമകളിലെയും ഒരു സീൻ ഈ ഒരു പാലത്തിൽ വെച്ചാണ്. കുട്ടനാടൻ മാർപ്പാപ്പയിൽ കുഞ്ചാക്കോ ബോബനും ശാന്തികൃഷ്ണമാവും നടന്നു വരുന്ന ഈ ഒരു പാലത്തിൽ കൂടിയാണ്. കൂടാതെ ആദ്യരാത്രി എന്ന ചിത്രത്തിൽ ബിജു മേനോനും ഈ പാലം വഴി പോകുന്ന ഒരു സീനുണ്ട്. ഷൂട്ടിങ്ങിന് വേണ്ടി ഇവിടുത്തെ കടകളൊക്കെ സെറ്റിട്ടേക്കുന്നതാണ്. കുട്ടനാടൻ മാർപ്പാപ്പയിൽ മേരിയമ്മച്ചിയുടെ റേഷൻ കട ആ ഒരു ഭാഗത്താണ്. ആമേൻ എന്ന ചിത്രത്തിൽ ഇന്ദിരേത് വന്നിറങ്ങുന്ന ബോട്ട് ചെട്ടി അതിതാണ്. വെനീസിലെ വ്യാപാരി എന്ന ചിത്രത്തിൽ പക്രുച്ചേട്ടൻ നടന്നു വരുന്ന ഈ ഒരു വഴിയിൽ കൂടിയാണ്. ഇതാണ് ഇവിടുത്തെ റേഷൻ കട. ഇത് സെറ്റല്ല, ഒറിജിനൽ റേഷൻ കട തന്നെയാണ്. നമ്മളിപ്പോൾ കാണുന്ന ഈ ബിൽഡിംഗ് ആണ് ഹോമിയോ ഡിസ്പെൻസറി. ആദ്യരാത്രി എന്ന ചിത്രത്തിന് വേണ്ടി സെറ്റ് ഇട്ടതാണ്. ഇപ്പോൾ 2 വർഷത്തോളമായി ഇവിടെ ഷൂട്ടിംഗ് ഒക്കെ നടന്നിട്ട് ഇപ്പോൾ ഈ ഒരു സെറ്റ് നശിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളീ കാണുന്നത് ഈ നാട്ടുകാരനായ രാജുവേട്ടൻ്റെ മുടിവെട്ട് കടയാണ്. ഈ സ്ഥലത്ത് ഷൂട്ടിങ്ങിനെത്തുന്ന മിക്ക നടന്മാരും ഷൂട്ടിംഗ് ബ്രേക്ക് സമയത്ത് വിശ്രമിക്കുന്നത് ഇവിടെയാണ്. മമ്മൂക്കയും ജഗതിച്ചേട്ടനും ഇന്ദ്രൻ ചേട്ടനും അടക്കം ഒരുപാട് നടന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. കൂടാതെ പ്രശസ്ത തമിഴ് സിനിമാ നടൻ മക്കൾ സെൽവൻ വിജയ് സേതുപതിയും ഈ കടയിലെത്തിയിട്ടുണ്ട്. അന്ന് ഈ പ്രദേശം മുഴുവൻ ആളുകളായിരുന്നെന്നാണ് രാജുവേട്ടൻ നമ്മളോട് പറഞ്ഞത്. തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ പോലീസുകാരൊക്കെ വന്ന് നമ്മൾ നേരത്തെ കണ്ട ആ പാലത്തിന് സമീപം വടമൊക്കെ വലിച്ചു കെട്ടിയിട്ടാണ് ആൾക്കാരെ നിയന്ത്രിച്ചിരുന്നത്. വള്ളവും ബോട്ട് ചെട്ടിയും പാലവും ചായക്കടയും അടങ്ങുന്ന കുട്ടനാടിൻ്റെ തനത് ബിംബങ്ങളെല്ലാം ഒന്നിക്കുന്ന ആ ഒരു ഫ്രെയിം, അത് നമ്മളീ നിൽക്കുന്ന ഈ സ്ഥലത്താണ്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. മറ്റൊരു സ്ഥലത്തിൻ്റെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.